5 ദിവസത്തെ ഒരു ജോലിയുടെ നമ്മുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നാട്ടിൽ ഒരു ചെറിയ ഓഫ് റോഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് സെറ്റാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ. ഇതൊരു താർ CRD ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി ഇവിടെ അടുത്താണ് മാമലക്കണ്ടം. എൻ്റെ നാട് ആക്ച്വലി നെയ്യാറ്റിൻകരയിലാണ്. ഇത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ വാളറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മാമലക്കണ്ടം വില്ലേജ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലാനായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ജോർജ് സാറേ ഇവിടെ നോക്ക്. ഇപ്പൊ ഇതെന്ത് പ്ലാൻ എങ്ങനെയാ? അപ്പൊ പ്ലാൻ മാമലക്കണ്ടം. പ്ലാൻ ബി നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് 2 കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവന്മാര് വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാം. അവരുടെ കയ്യില് ഉള്ളത് ഒന്നൊരു ജിപ്സി, പിന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ, മറ്റേ പഴയ മേജർ ആണോ? മോനെ സെറ്റ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി ആ ഒരു സ്ട്രെസ് എന്നെല്ലാം മാറിയിട്ട് ഇങ്ങനൊരു ഒരു ഏരിയയിലേക്കുള്ള സഡൻ ചേഞ്ച് നമ്മുടെ മനസ്സിന് എത്രത്തോളം, മൈൻഡ് എത്രത്തോളം ഒരു റിലാക്സേഷൻ നൽകുന്നത് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ദ നെയിം ഈസ് അഭിജിത്ത് രാമചന്ദ്രൻ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജിപ്സി നമുക്ക് ഇവിടുന്ന് കയറണം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് വടവും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്.
അപ്പം മേജറും അവിടെ ചെറിയൊരു ഇതിലായിട്ടുണ്ട്. അപ്പം ഇത് റിക്കവർ ചെയ്യാനുള്ള പരിപാടികൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. താന്നു നമ്മുടെ വണ്ടി താന്നു ഗൈസ്. അടിച്ചെടുക്കാം. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴാതെ കൊണ്ടുവരുന്നതാണ് ഒരാവശ്യം. ഇത് വലിച്ചു കയറ്റാൻ ഏതെങ്കിലും വേറെ വണ്ടി. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ മാമലക്കണ്ടത്തേക്കാണ് ഗൈസ്. ഈ ഒരു വ്യൂ എന്തായാലും താഴെക്കൂടെ മൂന്നാർ പോകുന്ന ഒരാൾക്കും കിട്ടാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആ കാണുന്നതാണ് വാടക വെള്ളച്ചാട്ടം. അപ്പൊ ആ തൊട്ട് താഴെ പോകുന്ന നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം ബസ് കാര്യങ്ങളൊക്കെ പോകാൻ. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ. ഞാൻ കുറച്ചുകൂടെ റിസ്ക്കിയാണ്, കുറച്ചുകൂടെ ഇറങ്ങിപ്പോയി കാണിക്കാം. നോക്കു മക്കളെ നോക്ക. നമ്മൾ നേരുമംഗലം കഴിഞ്ഞ് മാമലക്കണ്ടത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഇപ്പൊ നേരെ കാണുന്ന റൂട്ട് വഴിയാണ് മാമലക്കണ്ടത്തേക്ക് വരുന്നത്. ഇപ്പൊ ഈ റോഡ് ജോയിൻ ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഉള്ള റൂട്ട് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പറഞ്ഞു. നമ്മൾ ഇരുമ്പുപാലം കൂടി ഒഴുവത്തടം കമ്പിലേൻ വഴി മാമലക്കണ്ടം പോകുന്ന റൂട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീനാണ് നമുക്ക് ചീയപ്പാറ വാട്ടർഫാൾസിന്റെ ഒക്കെ മേൽക്കൂടുള്ള ആ റോഡിന്റെ ടോപ്പിൽ കൂടെയുള്ള വഴി. സോ ഈ വരുന്ന വാഹനങ്ങളെല്ലാം ആക്ച്വലി നേരുമംഗലം കഴിഞ്ഞ് നേരുമംഗലത്ത് ഡൈവേർട്ട് ചെയ്ത് മാമലക്കണ്ടത്തേക്ക് കയറുന്നതാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു റൂട്ട് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആവുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഇപ്പൊ നമ്മളുള്ളത് മാമലക്കണ്ടത്തിനെ ഇത് വൈറലാക്കിയിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഫോട്ടോ. അപ്പൊ ആ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു വാട്ടർഫോൾ ആണ് നമുക്ക് ആ ഒരു സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്.
അപ്പം എന്തായാലും ആ ഒരു വിഷ്വൽ കറക്റ്റ് കിട്ടണമെങ്കിൽ വരാൻ പറ്റിയ സമയമാണ്. കാര്യം മൺസൂൺ സീസണാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വിഷ്വൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ വിഷ്വൽ. നിങ്ങൾ ഫോട്ടോ കണ്ട സെയിം വിഷ്വൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൂളാണ്. ഈ സ്കൂളിലൊക്കെ പഠിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഒരു ഭാഗ്യം എന്ന് പറയാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുനിപ്പാറ എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട്. ആക്ച്വലി ഒരു റോക്കാണ്. നമുക്ക് 4x4 വാഹനങ്ങൾ മാത്രമാണ് കയറിപ്പോളൂ. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന ഫുഡ് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോരാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. മുനിപ്പാറയ്ക്ക് എത്തില്ല, അതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് ബിരിയാണി എന്റെ ബിരിയാണി ഓഫ് റോഡ് ഇടയ്ക്ക് തുറന്നു പോയി ഗൈസ്. ഏതൊരു നല്ലവനായ മനുഷ്യൻ കൊണ്ടിട്ട് കുപ്പി ഒഴുകിപ്പോട്ടില്ല അവിടെ. അതുകൊണ്ടാണ് ഫോറസ്റ്റുകാര് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം അടച്ചു പൂട്ടുന്നത്. നമ്മൾ ആക്ച്വലി ഈ ഒരു മുനിപ്പാറയുടെ ഏറ്റവും മേളിലെത്തിയപ്പോഴുള്ള ഒരു കാലാവസ്ഥ ഇതാണ്. ഇപ്പൊ മഴയൊക്കെ മാറി ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു മഴ സമയത്ത് ഞങ്ങൾ ഇവിടെ കയറുന്ന സമയത്ത് ആക്ച്വലി ഈ കാണുന്ന വാട്ടർഫാൾസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു മഴയത്ത് ഈ മലകളിൽ ഫോം ചെയ്തിരിക്കുന്ന വാട്ടർഫാൾസ് ആണ് ഈ കാണുന്നത്. ഇത്രയും ഉയരത്തിലാണ്. അപ്പൊ അങ്ങ് അകലെ ആ ഒരു ഏരിയയിലേക്കൊക്കെ നമുക്ക് ഈ മഞ്ഞായ കൊണ്ട് തന്നെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം മാമലക്കണ്ടത്തിന് ഏകദേശം ഇറങ്ങാനുള്ള സമയമായി. ശരിക്കും നമുക്ക് എറണാകുളം സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 1 ഡേ എക്സ്പ്ലോറേഷൻ, അല്ലെങ്കിൽ നമുക്കിവിടെ പുതിയ റിസോർട്ട്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും കുറച്ച് അല്ലെങ്കിൽ 2 ദിവസം സ്വസ്ഥമായിട്ട്, അല്ലെങ്കിൽ വേറെ തിരക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ ഫോറസ്റ്റൽ ചുറ്റപ്പെട്ടുള്ള വില്ലേജ് ആണ് ഈ മാമലക്കണ്ടം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് എൻ്റെ നാട് ഇവിടെയാണ്, ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ വഴി വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ ചെറിയ ഓഫ് റോഡ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മൾ മാമലക്കണ്ടം ജസ്റ്റ് ഒന്ന് കറങ്ങി. ഒരുപാട് ഫുള്ള് നമ്മൾ ഇവിടുന്ന് കോതമംഗലം ആ സൈഡ് വരെ പോയിട്ടില്ല. ജസ്റ്റ് ഈ മുനിപ്പാറ എന്നുള്ള ഏരിയ വരെ വന്നിട്ടുള്ളൂ. തൊട്ടപ്പുറയാണ് നമ്മുടെ ആ മാമലക്കണ്ടത്തെ സ്കൂള്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഏരിയാസ് നമുക്ക് നേരിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അന്വേഷിക്കുന്നത്. മാമലക്കണ്ടം ഈസ് ദ റൈറ്റ് ചോയ്സ് ഫോർ യു. അപ്പോൾ ഒരു ദിവസം വരിക, നിങ്ങൾക്ക് കോതമംഗലത്ത് നിന്ന് വരാം, അല്ലെങ്കിൽ നേരുമംഗലത്ത് നിന്ന് കയറാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇരുമ്പുപാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു ചെറിയ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ കയറാം. എങ്ങനെയൊക്കെ വന്നാലും ഇതിൻ്റെ ഒരു എന്താ പറയുക, അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റ്സ് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നെല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ.